ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീവ്രമായ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വോട്ടർമാരെ അവരുടെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഈ പ്രക്രിയ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ നിർണായക തീരുമാനം 10 ദിവസത്തിനകം നടപ്പാക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം ഉടൻ തന്നെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്. വരാനിരിക്കുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജ്യവ്യാപകമായി ഈ പരിശോധന നടപ്പാക്കാനാണ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ഈ നീക്കം പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ പല സാധാരണക്കാരും ലഭ്യമാക്കിയിട്ടില്ല. ഇത് ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുന്നത് ഒരു സംഘടിത ശ്രമമായി പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ടെന്ന മുൻ ആരോപണങ്ങൾ ഈ പുതിയ നീക്കത്തോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഈ മാസം ആദ്യം വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഈ യോഗത്തിൽ SIR പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും സെപ്റ്റംബർ 30-നകം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളിലെ CEOമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വോട്ടർ പട്ടികയുടെ അവസാന പരിശോധനയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച പട്ടികയെ അടിസ്ഥാനമാക്കുകയാണ് SIR നടപ്പാക്കുക. എന്നിരുന്നാലും 2006-ലും 2008-ലും പുനഃപരിശോധന നടത്തി ഡൽഹി, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വെബ്സൈറ്റുകളിൽ ഇപ്പോഴും വോട്ടർ പട്ടിക ലഭ്യമാണ്. എന്നാൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും അവസാന പുനഃപരിശോധന നടന്നത് 2002-നും 2004-നും ഇടയിലാണ്. അതുകൊണ്ട് ഈ നീക്കം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് എല്ലാ വോട്ടർമാരും എന്യൂമറേഷൻ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. വോട്ടർ പട്ടികയുടെ അവസാന പുനഃപരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ ഉൾപ്പെട്ടവർ അവരുടെ വിവരങ്ങൾ സ്ഥിരീകരിച്ചാൽ മാത്രം മതിയാകുമെന്ന് കമ്മീഷൻ പറയുന്നു. എങ്കിലും ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങൾ അത്ര എളുപ്പമുള്ളതല്ല. പലർക്കും ഇതൊരു വലിയ ബാധ്യതയായി മാറും. ഇത് വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണക്കാരുടെ പങ്കാളിത്തം കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നും അവർ ഭയപ്പെടുന്നു. ബീഹാറിൽ 2003-ലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യേക മോഡൽ നേരത്തെ പരീക്ഷിച്ചിരുന്നു. ഈ മാതൃകയിലാണ് രാജ്യവ്യാപകമായി SIR നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ബീഹാറിലെ ഈ മാതൃകയ്ക്ക് നിരവധി പരിമിതികൾ ഉണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സാധുവായ രേഖകളുടെ കൂട്ടത്തിൽ ആധാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ആധാർ ഉൾപ്പെടുത്താൻ കമ്മീഷൻ നിർബന്ധിതമായത്. ഈ സാഹചര്യത്തിൽ ബീഹാർ മാതൃക പിന്തുടർന്നാൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നീക്കം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഭയം. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലെ ചേരികളിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കണ്ടെത്തുന്നത് അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പലർക്കും ജനന സർട്ടിഫിക്കറ്റുകളോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെയും കൂടുതൽ ദുരിതത്തിലാക്കും. ഈ സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ എല്ലാവർക്കും തുല്യമായ അവസരം, എല്ലാവർക്കും വോട്ടവകാശം എന്നിവ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. ഒരു വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ആവശ്യമാണ്. എന്നാൽ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവുമായ ഒരു പ്രക്രിയ ആയിരിക്കണം. പക്ഷേ ഇവിടെ നടക്കുന്നതാകട്ടെ ഒരു വിഭാഗം ജനങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കും. ഈ വിവാദങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക, വ്യാജ വോട്ടർമാരെ കണ്ടെത്തുക, കൂടാതെ പട്ടിക കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് കമ്മീഷൻ പറയുന്നു. എന്നിരുന്നാലും ഈ പ്രക്രിയയുടെ സുതാര്യതയും ജനങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം നൽകാത്തത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നു. രാജ്യത്തെ പൗരന്മാർ അവരുടെ വോട്ടവകാശം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട ഒരു സാഹചര്യമാണിത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ജനാധിപത്യത്തിന്റെ കാതലായ വോട്ടവകാശം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഈ നിർണായക സമയത്ത് രാജ്യത്തെ ഓരോ
പൗരനും ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. വോട്ടർ പട്ടികയുടെ ഈ പ്രത്യേക പുനഃപരിശോധന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നാൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു നിയമ പോരാട്ടത്തിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. വോട്ടർമാർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടി വരുമ്പോൾ അതൊരു വലിയ ആശയക്കുഴപ്പത്തിനും കാലതാമസത്തിനും ഇടയാക്കും. പ്രത്യേകിച്ച് അക്ഷരജ്ഞാനമില്ലാത്തവർക്കും ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർക്കും ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും ഉപയോഗിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടി വന്നാൽ പലർക്കും അതിനുള്ള സാങ്കേതിക സഹായം ലഭിക്കാൻ പ്രയാസമുണ്ടാകും. ഈ നീക്കം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് പ്രതിപക്ഷം ജനാധിപത്യ വിരുദ്ധമെന്ന് ആരോപിക്കുന്ന ഒരു നീക്കമാണിത്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കിടയിൽ രാജ്യത്തെ സാധാരണ വോട്ടർമാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ നീക്കമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളും പ്രക്ഷോഭങ്ങളും പ്രതീക്ഷിക്കാം. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായമായി മാറിയേക്കാം.